ഞാൻ ഡോക്ടർ മരിയലിസ മാത്യു, വെറ്റിനറി ഡോക്ടർ. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഒരു വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോ ഒരു ഡോക്ടർ ചെയ്ത വീഡിയോ ആണ്. ശ്രദ്ധയ്ക്ക് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പോർക്ക് കഴിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളും പോർക്ക് ഒരു വലിയ കുഴപ്പമുള്ള ഭക്ഷണ സാധനമാണെന്നുമൊക്കെയാണ് സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അതിന് അദ്ദേഹം ബൈബിൾ വചനങ്ങളൊക്കെ കോട്ട് ചെയ്യുന്നുണ്ട്. പോർക്കെന്നല്ല, ഏത് മാംസവും കഴിക്കുമ്പോൾ അമിതമായാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ ഡോക്ടർമാരോടാണ്. സാധാരണ യൂട്യൂബർമാർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതിന്റെ വിലയെ ആളുകൾ കൽപ്പിക്കൂ. പക്ഷേ ശ്രദ്ധയൊക്കെ തൂക്കി ഒരു ഡോക്ടർ എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിക്കും പഠിച്ച് അത് വാസ്തവമാണോ എന്ന് അറിഞ്ഞിട്ട് മാത്രം പറയുക. ഇപ്പോഴും മുട്ടയുടെ മഞ്ഞക്കരു കളയാൻ പറയുന്ന ഡോക്ടർമാരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പോർക്കിലേക്ക് വരാം. പലർക്കും വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ കഴിക്കുന്നതാണ് പോർക്ക്. 2ാം സ്ഥാനമാണ് കോഴിക്ക്, 3ാം സ്ഥാനം ബീഫിനാണ്, 4ാം സ്ഥാനം ആടിന്, 5ാം സ്ഥാനം താറാവിന്. പോർക്കും ബീഫുമൊക്കെ എക്സലന്റ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത്, പട്ടിണിയുള്ള ഒരു രാജ്യത്ത് പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ ആളുകൾക്കൊക്കെ വളരെ ചീപ്പായിട്ട് പ്രോട്ടീൻ നൽകുന്നതാണ് മാംസാഹാരം. പോർക്കായാലും ബീഫായാലും കോഴിയോ ആടോ താറാവോ ആയാലും. മട്ടണൊക്കെ വാങ്ങി കഴിക്കാൻ പല ആളുകൾക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്. ചിക്കനാണ് ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന മാംസാഹാരം. പോർക്കിന്റെ കാര്യത്തിലേക്ക് വരാം. പോർക്ക് പ്രചരിപ്പിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഈ ഡോക്ടർ വീഡിയോയിൽ പറഞ്ഞതുപോലെയോ ഒന്നും അത്ര കുഴപ്പമുള്ള ഒരു ഭക്ഷണ സാധനമല്ല. ബീഫും പോർക്കും കമ്പയർ ചെയ്താൽ പോർക്കിന് ഒരു പിങ്കിഷ് റെഡ് കളറാണ്, ബീഫിനാണെങ്കിൽ ഒരു ഡാർക്ക് റെഡ് ആണ്. പിന്നെ നമ്മൾ ഏത് ഭാഗം, പോർക്കിന്റെ ആയാലും ബീഫിന്റെ ആയാലും ഏത് ഭാഗമാണ് കഴിക്കാൻ ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചതിന്റെ പോഷണങ്ങളിൽ വ്യത്യാസം വരും. കൊഴുപ്പ് അധികമുള്ള ഭാഗമാണെങ്കിൽ ഫാറ്റ് കൂടുതലുണ്ടാവും. കൊഴുപ്പൊട്ടുമില്ലാത്ത ഭാഗമാണ് എടുക്കുന്നതെങ്കിൽ നിറയെ പ്രോട്ടീൻ ആവും കിട്ടുന്നത്. ബീഫ് പോർക്കിനെ അപേക്ഷിച്ച് ഡെൻസ് ആൻഡ് ഫേമറാണ്. കടുപ്പമുണ്ട്. പാചകം ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും. പോർക്ക് കുറച്ചുകൂടി മൃദുലമാണ്. ബീഫിനേക്കാൾ രുചി പോർക്കിനാണ്. ബീഫിൽ അയൺ കണ്ടന്റ് വളരെ കൂടുതലാണ്, B12. എന്നാൽ പോർക്കിലും ഇതെല്ലാം ഉണ്ട്. ബീഫിനേക്കാൾ കുറവാണ്. ബീഫിനെ അപേക്ഷിച്ച് തൈമിൻ കണ്ടന്റ് പോർക്കിൽ കൂടുതലാണ്. വിറ്റമിൻ ഡിയും കൂടുതലാണ്. അയൺ മാത്രമല്ല, ബീഫിലുള്ളത് സിങ്കും ഫോസ്ഫറസും മറ്റ് ധാരാളം ധാതുക്കളുമുണ്ട്. ബീഫിനേക്കാൾ പോർക്കിൽ സെലീനിയം കൂടുതലുണ്ട്. അയണും സിങ്കും ഫോസ്ഫറസും എല്ലാം പോർക്കിലുമുണ്ട്. ബീഫിന് സോഡിയം കുറവാണ്. omega-3 ഫാറ്റി ആസിഡ് കൂടുതലാണ് പോർക്കിനെ അപേക്ഷിച്ച്. ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ നേരിയതാണ്. പോർക്കും ബീഫും എക്സലന്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റാമിനുകൾ, ധാതുക്കൾ. ബീഫായാലും പോർക്കായാലും നന്നായി പാചകം ചെയ്യണം. പകുതി വേവിച്ചിട്ട് കഴിച്ചാൽ പല രോഗങ്ങളും വരാം. അതുപോലെ പ്രിസർവേറ്റീവ്സും മറ്റുമൊക്കെ ചേർത്ത് പല പ്രോഡക്ട്സും ഉണ്ടാക്കാറുണ്ട്, ബീഫിന്റെ ആയാലും പോർക്കിന്റെ ആയാലും. അപ്പോൾ ഈ പ്രോഡക്ട്സ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചേർക്കുന്നത് കൊണ്ട് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. എന്നിരുന്നാലും വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. ഇതൊന്നും ഒരു സ്ഥിരം പരിപാടിയാക്കാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഡോക്ടർമാരൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആളുകളുടെ പൊണ്ണത്തടിക്കും കുടവയറിനുമൊക്കെ കാരണം നമ്മൾ ഒരു ലിമിറ്റുമില്ലാതെ അകത്താക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് ചോറ്, ചപ്പാത്തി, പലതരം കിഴങ്ങുകൾ, മധുരം, ബേക്കറി
പലഹാരങ്ങൾ ഇതെല്ലാമാണ് നമ്മൾ കിലോ കണക്കിന് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് ഡെയിലി. എന്നാൽ നമ്മൾ ഗ്രാം കണക്കിന് നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അതൊരു സത്യമാണ്. ഈ പോർക്കിന്റെയും ബീഫിന്റെയും ചിക്കന്റെയും പിന്നാലെ പോകാതെ അതൊക്കെ ലിമിറ്റഡ് അളവിൽ കഴിക്കാൻ പറഞ്ഞുകൊണ്ട് ആളുകളോട് കാർബോഹൈഡ്രേറ്റ് ഉപയോഗം കുറയ്ക്കാൻ പറയുകയാണ് ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാൻ ഏറ്റവും ആവശ്യമുള്ള കാര്യം.